ജെഫ്രി എപ്സ്റ്റീൻ്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ഏറെ നിർണായകമാകും റിപ്പോർട്ടിലെ കാര്യങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് വിശദാംശം? വിശദാംശം എന്ന് പറയുന്നത് എക്കാലത്തെയും പറഞ്ഞു വരുന്നത് പോലെ തന്നെ ട്രംപിന് പാരയാകുന്ന വൻ ഭീഷണിയാകുന്ന ഒരു ഫയൽ തന്നെയാണ് ഈ ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്നത്. അമേരിക്കൻ ധനികനായ കൊള്ളപ്പലിശക്കാരനായിരുന്നു എന്ന് പച്ച മലയാളത്തിൽ അങ്ങ് പറയാം. പുള്ളിയുടെ ലൈംഗിക വൈകൃതങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫയലാണ്. അദ്ദേഹവുമായിട്ട് ഈ പറയുന്ന എപ്സ്റ്റീനുമായിട്ട് ട്രംപിനുണ്ടായിരുന്ന കൂട്ടുകെട്ട്, അതൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. അപ്പോൾ ഇത് ട്രംപ് പുറത്തു വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളൊക്കെ പുറത്തു വിടുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ട്രംപിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ ഇരിക്കുന്നവരൊക്കെയും ഇതിനെക്കുറിച്ച് വളരെ വിമർശനം ഉന്നയിക്കുകയൊക്കെ ചെയ്തതാണ്, ഇപ്പോഴത്തെ FBI ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർ. പക്ഷേ ഈ ഫയല് കണ്ടപ്പോഴാണ് ഇതിൽ ട്രംപിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ പിന്നെ ഇത് പുറത്തുവിടാൻ പറ്റില്ലല്ലോ. അതോടുകൂടി ട്രംപ് പല കാര്യങ്ങൾ പറഞ്ഞ് ഈ ഫയൽ പുറത്തുവിടുമെന്ന് പറയുന്ന വാഗ്ദാനം അങ്ങ് നീട്ടി. പല കാരണങ്ങൾ ഇത് പറഞ്ഞ് നീട്ടി വെച്ചു. ഈ ലൈംഗിക കുറ്റകൃത്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ എപ്സ്റ്റീന് ഒരു ദ്വീപുണ്ട്, സ്വന്തമായി വാങ്ങിയതാണ്. അതറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ദ്വീപിൽ പെൺകുട്ടികളെ എത്തിക്കുക, പ്രത്യേകിച്ചും ടീനേജ് പ്രായത്തിലുള്ള പെൺകുട്ടികളെ എത്തിക്കുന്നതിന് കൂടെ നിന്നിട്ടുള്ളത് ഭാര്യയാണ്. ഭാര്യ എന്ന് പറയാൻ പറ്റില്ല, പങ്കാളി എന്ന് നമുക്ക് പറയാം. ഭാര്യ എന്ന് പറയുന്നതിന് വേറെ തലമുണ്ടല്ലോ. അപ്പോൾ പങ്കാളിയാണ്. അപ്പോൾ ഈ രണ്ടുപേരും ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള വൈകൃതങ്ങൾക്കൊക്കെ നിന്നുകൊണ്ടിരുന്നതാണ്. ഈ എപ്സ്റ്റീനുമായിട്ട് ഭാര്യ എന്ന് പറയുന്നവർ ചേരുന്നത് പോലും ഈ പറയുന്ന ടീനേജ് പ്രായത്തിൽ എപ്സ്റ്റീൻ്റെ കയ്യിൽ എത്തപ്പെട്ട ഒരു പെൺകുട്ടിയായിരുന്നു ഇപ്പോഴത്തെ പങ്കാളി എന്നാണ് പറയുന്നത്. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ട്രംപ് ഉൾപ്പെടെയുള്ള പല ധനികർക്കും എപ്സ്റ്റീൻ്റെ ഈ ദ്വീപിലേക്ക് ചെല്ലുകയും എപ്സ്റ്റീൻ്റെ ഇത്തരത്തിലുള്ള വില്ലകളിലേക്കൊക്കെ പോവുകയും അവിടെ ഈ പെൺകുട്ടികളുമായിട്ടുള്ള ലൈംഗിക വൈകൃതങ്ങൾ ഏർപ്പെടുകയും ഒക്കെ ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളാണ്. അപ്പോൾ ഈ രേഖ പുറത്തു വരുമ്പോൾ തന്നെ വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. ഈ എപ്സ്റ്റീനുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്ന പലരുടെയും വിവരങ്ങൾ പുറത്തു വരുമെന്നുള്ള ഭയം ഇതിലുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്രംപിൻ്റെ പേര് വരുമോ എന്നുള്ളത് ട്രംപിന് സ്വാഭാവികമായും അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ട്രംപിന് നല്ല ഭയം ഉണ്ടാകാനുള്ള സാധ്യതകളുമുണ്ട്. അമേരിക്കൻ നീതിന്യായ വകുപ്പ് പുറത്തുവിട്ടിട്ടുള്ള 33,000-ലധികം പേജുകളുള്ള രേഖകളാണ് ഈ എപ്സ്റ്റീൻ കേസിനെ പൊതുശ്രദ്ധയിലേക്ക് എത്തിക്കുന്നത്. ഇതിനെ ക്ലയന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ക്ലയന്റ് ലിസ്റ്റിൽ അങ്ങനെ ഒരു ക്ലയന്റ് ലിസ്റ്റ് ഇല്ല എന്നൊക്കെയാണ് പിന്നീട് ട്രംപ് വാദിച്ചു കൊണ്ടിരുന്നതും. ട്രംപ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന അമേരിക്കൻ നീതിന്യായ വകുപ്പും FBI ഒക്കെ പ്രഖ്യാപിച്ചത് ഇങ്ങനെ ഒരു ഫയൽ ഇല്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ് എന്നുള്ളത്. പക്ഷേ ഇതേ ആളുകൾ, ഇതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്നവർ ആദ്യം ഈ ഫയൽ പുറത്തുവിടണമെന്ന് ഘോരം പ്രസംഗിച്ചിട്ടുള്ള ആളുകളാണ്. പിന്നീടാണ് ഇവർക്ക് ഈ നിലപാട് മാറ്റം വരുന്നത്. അപ്പോൾ ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ അമേരിക്കൻ കോൺഗ്രസിലെ ഹൗസ് ഓവർസൈറ്റ് ആൻഡ് ഗവൺമെന്റ് റിഫോം കമ്മിറ്റിയാണ് ഈ രേഖകൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്നതാണ് വിവരം. രേഖകൾ സുതാര്യമായി പുറത്തുവിടുമെന്ന് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ജെയിംസ് കോർമർ ഉറപ്പ് നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ രേഖകളൊക്കെ ഇമേജ് ഫയലുകളായിട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇത് പൊതുജനങ്ങൾക്കൊക്കെ പരിശോധിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് പത്രപ്രവർത്തകർ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. 2019 വിചാരണ കാത്തിരിക്കെയാണ് ജെഫ്രി എപ്സ്റ്റീൻ ജയിലിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടിട്ടുള്ളത്. ആത്മഹത്യയാണ് എന്നൊക്കെ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും അതിൽ പലതരത്തിലുള്ള കിംവദന്തികളൊക്കെ പരക്കുന്ന ഒരു സമയം കൂടിയാണ്. എന്തായാലും ഈ മരണം സംബന്ധിച്ചിട്ടുള്ള ദുരൂഹതകൾ മാറണമെന്ന ഒരു വിഭാഗം പറയുകയും ചെയ്യുന്നുണ്ട്. ഈ അടുത്തിടെ അമേരിക്കയിൽ ഉടനീളം പലതരത്തിലുള്ള പല സ്ഥലങ്ങളിലുമൊക്കെ പോസ്റ്ററുകളും ഫ്ലെക്സുകളുമൊക്കെ വന്നു. അതായത് എന്നാണ് ട്രംപെ നിങ്ങൾ ഈ എപ്സ്റ്റീൻ ഫയൽ പുറത്തുവിടാൻ പോകുന്നത്, നിങ്ങളുടെ വാഗ്ദാനം പാഴ്വാക്കായി എന്നൊക്കെ അർത്ഥം വയ്ക്കുന്ന തരത്തിലുള്ള ഫ്ലെക്സുകളാണ് അവിടെ മുഴുവനും നിരന്നിട്ടുണ്ടായിരുന്നത്. ഈ ട്രംപും എപ്സ്റ്റീനും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. ഒരു ഘട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ പറയുന്നത് ട്രംപിൻ്റെ ഭാര്യ, ഇപ്പോഴത്തെ ഭാര്യ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ ജെഫ്രി എപ്സ്റ്റീനുമായിട്ടുള്ള അവരുടെ ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന, അവർ കൊണ്ടുവന്നിട്ടുള്ള ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന സ്ത്രീയാണ് എന്നുള്ളതൊക്കെയാണ്. അവർക്ക് കൊടുത്ത വീസയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഒക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ട്രംപിൻ്റെ പേര് ഈ എപ്സ്റ്റീൻ രേഖകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ
ട്രംപിനെതിരെ കുറ്റാരോപണം ഒന്നും അതിൽ പറയുന്നില്ല. സ്വാഭാവികമായും അതിൽ എന്തെങ്കിലും തിരുത്തലുകൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്കെതിരെ കുറ്റാരോപണമൊക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ അതിനെതിരെ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുക്കൾ എല്ലാവരും ആലോചിച്ചിരിക്കാനുള്ള സാധ്യതകളും ഒക്കെ ഉണ്ട്. എന്തായാലും ഇരുവരും തമ്മിലുള്ള മുൻകാല ബന്ധം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നീട് ട്രംപ് പറയുന്നത് എനിക്കിങ്ങനെ ഒരാളെ അറിയില്ല എന്നുള്ളതാണ്. എപ്സ്റ്റീനോ അത് ആരാണ് എന്നൊക്കെയാണ് ട്രംപ് ചോദിച്ചത്. പക്ഷേ പല രേഖകളും ഒക്കെ പുറത്തു വന്നപ്പോൾ ട്രംപിന് അത് വീണ്ടും സമ്മതിക്കേണ്ടി വന്നു. പിന്നീട് അത് മാറ്റിയിട്ട് ഞാൻ പണ്ട് അങ്ങേരുമായിട്ട് കൂട്ടുകെട്ടുണ്ടായിരുന്നു, പക്ഷെ പുള്ളി ശരിയല്ല, പുള്ളിയുടെ സ്വഭാവം അത്ര ശരിയല്ല എന്ന് മനസ്സിലായതോടുകൂടി ഞാൻ ആ കൂട്ടുകെട്ട് അങ്ങ് മറന്നു, അത് വിട്ടു എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. 90കളിലാണ് ട്രംപും എപ്സ്റ്റീനും തമ്മിൽ അടുത്ത സുഹൃത്തുക്കളായിരുന്നിട്ടുള്ളത്. ന്യൂയോർക്കിലെയും ഫ്ലോറിഡയിലെയും ഒക്കെ ഉന്നത സമൂഹങ്ങളിൽ അംഗങ്ങളായിരുന്ന ഈ പബ്ബുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഉണ്ടാവുന്ന പാർട്ടികളൊക്കെ ഇരുവരും ഒരുമിച്ച് പങ്കെടുക്കുകയും പല റൂമുകളൊക്കെ എടുത്ത് പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടന്നതായിട്ടുള്ള വിവരങ്ങളുമൊക്കെ പുറത്തു വരുന്നത്. പിന്നീട് 2000 ആകുമ്പോഴേക്കും 2000ൻ്റെ ഒരു മധ്യമാകുമ്പോഴേക്കും, അതിൻ്റെ പകുതി ആകുമ്പോഴേക്കും ഇരുവരും തമ്മിലുള്ള ബന്ധം വഷളാകുന്നുണ്ട്. തൻ്റെ മാർ എലാഗോ ക്ലബിലെ ജീവനക്കാരെ എപ്സ്റ്റീൻ തട്ടിയെടുത്തു എന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത്. ട്രംപ് ഈ പറഞ്ഞ കാര്യം ശുദ്ധ നുണയാണ് എന്നുള്ളത് ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ മറ്റൊരു റിപ്പോർട്ട് അനുസരിച്ച് ഈ ക്ലബിലെ അംഗത്തിൻ്റെ മകളോട് എപ്സ്റ്റീൻ മോശമായി പെരുമാറിയതിനെ തുടർന്ന് ട്രംപ് അദ്ദേഹത്തെ ക്ലബിൽ നിന്ന് പുറത്താക്കിയതാണ് എന്നുള്ള വിവരങ്ങളുമൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു കേസ്, ഈ ഒരു ഫയൽ എന്ന് പറയുന്നത് ട്രംപിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വളരെ അസ്ഥിരത ഉണ്ടാക്കാനുള്ള എന്താ പറയുക, അതിനും പോന്ന വെടിമരുന്ന് തന്നെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇവരെല്ലാവരും തന്നെ ട്രംപിന് എതിരാളികൾ കൂടിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ എതിരാളികൾ ഒന്നിക്കാനും ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട്, അതായത് എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളിൽ അന്വേഷണം വേണമെന്നും ട്രംപിനെതിരെ അന്വേഷണം വേണമെന്നുമൊക്കെ വലിയ രീതിയിലുള്ള നടപടിക്രമങ്ങളൊക്കെ ആവശ്യപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഗൂഢാലോചനയാണ്. സ്വാഭാവികമാണല്ലോ, നമ്മുടെ നാട്ടിലും എന്തെങ്കിലും ഒരു വിഷയം അതർ പാർട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാം അത് ഗൂഢാലോചനയാണ്, എനിക്കെതിരെ അങ്ങനെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി വരികയാണ് എന്നുള്ളതാണ്. എന്തായാലും ട്രംപിൻ്റെ വോട്ടർമാർ ഈ ട്രംപിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾക്ക് പ്രാധാന്യം കൊടുക്കുമെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ വിവാദങ്ങൾ ജനപ്രീതിയെ കാര്യമായി ബാധിക്കില്ല എന്ന് അവരുടെ വിഭാഗം പറയുന്നുണ്ട്. പക്ഷേ പൊതുവായിട്ട് ട്രംപിന് ഇപ്പോൾ അമേരിക്കയിൽ വലിയ സ്വാധീനം കുറഞ്ഞിട്ടുള്ള, പിന്തുണ കുറഞ്ഞിട്ടുള്ള സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ ഈ ഒരു ഫയൽ പുറത്തു വരുമ്പോൾ അത് ട്രംപിനെ ബാധിക്കാനുള്ള സാധ്യത തന്നെയാണ്. ട്രംപിന് ആ പറയുന്ന പല വ്യക്തികളും ഇതിൽ ഉൾപ്പെടാനുള്ള സാധ്യതകളുണ്ട്. പലരുടെയും നിലയൊക്കെ പരുങ്ങലിലാകാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം എന്താണ് ട്രംപിന് ഈ ഒരു എപ്സ്റ്റീൻ ഫയൽ പുറത്തു വന്നതിലൂടെ സംഭവിക്കാൻ പോകുന്നത്, ട്രംപ് എങ്ങനെയാണ് ഇതിനെ മറികടക്കാൻ പോകുന്നത് എന്നുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.